7 ജില്ലകളിൽ ആവേശകരമായ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ പരസ്യ പ്രചാരണത്തിന്റെ അവസാന മണിക്കൂറാണ് നടക്കുന്നത്. മലപ്പുറത്ത് നിന്നുള്ള ദൃശ്യങ്ങളിലേക്ക് ഒരിക്കൽ കൂടി CV അനുമോദ് മലപ്പുറത്ത് നിന്ന്. അനുമോദ്, പുതിയ പുതിയ ഈ ഇനങ്ങളൊക്കെ നമ്മൾ ഈ പരസ്യ പ്രചാരണത്തിന്റെ വേദിയിൽ കാണാറുണ്ട്. ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങളിൽ ഒരു പുതിയ പ്രചാരണ ശൈലി കാണുന്നുണ്ടല്ലോ, ഒരു പുട്ടുകുറ്റി സ്റ്റൈലിൽ എന്തൊക്കെയോ കാണുന്നുണ്ടല്ലോ. എങ്ങനെയൊക്കെയാണ്, ഏതൊക്കെ തരത്തിൽ വെറൈറ്റി ആയിട്ടാണ് ഈ അവസാന ശക്തി പ്രകടനം മുന്നണികൾ കൊണ്ട് നടക്കുന്നത്? രണ്ട് പാർട്ടികളെയും പ്രവർത്തകർ വലിയ കൊടി വീശി ആവേശത്തോടെയാണ് ഈ അവസാന മണിക്കൂറിലെ പ്രചരണം കൊണ്ടിരിക്കുന്നത്. അത് കാണുവാനായി റോഡിന്റെ ഇരുവശത്തും സ്ത്രീകളും വലിയ ഒരു ജനക്കൂട്ടം തന്നെ തടിച്ചുകൂടിയിട്ടുണ്ട്. നേരത്തെ 1 മണിക്കൂർ മുമ്പ് ഇതുവഴി സ്ഥാനാർത്ഥി കടന്നുപോയപ്പോൾ ഉണ്ടായത് ചെറിയ ഒരു സംഘർഷമാണ്. UDF-ന്റെ പ്രവർത്തകരുടെ UDF സ്ഥാനാർത്ഥിയുടെ പ്രചരണ വാഹനം കടന്നുപോയപ്പോൾ ഉണ്ടായ ഒരു സംഘർഷം. എന്നാൽ അത് വലിയ പ്രശ്നങ്ങളിലേക്ക് പോയില്ല. അതിനുശേഷം വളരെ ആവേശത്തോടെയാണ് ഈ മണിക്കൂർ ഇവിടെ പരസ്യപ്രചാരണത്തിന്റെ അവസാന ഘട്ടങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഡോലക്കുകളിൽ നിർത്താതെ താളമിട്ടുകൊണ്ട് കാണികളെ ആവേശത്തിലാക്കുകയാണ് പ്രവർത്തകർ. വലിയ തോതിൽ തന്നെ കാണുവാനായിട്ടുള്ള ജനക്കൂട്ടം അല്ലെങ്കിൽ പ്രവർത്തകരുടെ രാഷ്ട്രീയ ഭേദമില്ലാതെ എല്ലാവരും ഒരുപോലെ കാഴ്ചക്കാരായി തടിച്ചു എന്നുള്ളതാണ്. കുട്ടികളും മുതിർന്നവരും ഒക്കെ ആ കുട്ടികൾ തിരിച്ചു വന്നിരിക്കുന്നു. ഉൾവശത്ത് LDF-ന്റെ പ്രവർത്തകർ ചെക്കുവേലിയുടെ മുഖമുള്ള ചെക്കുടി വീട്ടിക്കൊണ്ടാണ് ആവേശം കാണിക്കുന്നതെങ്കിൽ ചോദ്യം ആലേഖനം ചെയ്ത ആ പതാക വീശിക്കൊണ്ട് മറുപടിയായി പറയുന്നു. വലിയ ആവേശത്തിലാണ് ഈ നാട് ഒന്നാകെ ഈ കുട്ടിക്കലാശത്തെ ഈ അവസാന മണിക്കൂറുകളിൽ കടന്നു പോകുന്നത്. ഇതുപോലെ പലയിടങ്ങളിലും ആവേശത്തിന്റെ കടലാണ് പ്രവർത്തകർ തീർക്കുന്നത്. യുടെ റോഡ് ഷോയാണ് ഒരിക്കൽ പഞ്ചായത്തിൽ പ്രധാനമായിട്ടുള്ള അദ്ദേഹത്തിന്റെ നിരവധി വാഹനങ്ങളിലാണ് പ്രവർത്തകർ പങ്കെടുക്കുന്നത്. അതുപോലെ തന്നെ മലപ്പുറത്തിന്റെ ഒരു നഗര കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു കുട്ടിക്കലാശമല്ല ഇത്തവണയുള്ളത്. മറിച്ച് ഓരോ പ്രാദേശികമായിട്ടുള്ള വാർഡുകൾ കേന്ദ്രീകരിച്ചാണ് കുട്ടിക്കലാശത്തിന്റെ ആവേശമുള്ളത്. നമ്മൾ മിക്ക പ്രദേശങ്ങളിലും സമാനമായ രീതിയിൽ തന്നെ കുട്ടിക്കലാശം നടക്കുന്നുണ്ട്. വലിയ സംഘർഷം അത്തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടായ വാർത്തകളിൽ തന്നെ ഇതുവരെ വന്നിട്ടില്ല. സാധാരണഗതിയിൽ കുട്ടിക്കലാശത്തിന്റെ അവസാന മണിക്കൂറുകൾ തമ്മിലടിയിലും കയ്യാങ്കളിയിലൊക്കെ കലാശിക്കുന്നത് നമ്മൾ എല്ലാ തവണയും കാണാറുള്ളത്. പ്രവർത്തകർ തമ്മിലുള്ള വാക്കേറ്റം, അതുപോലെ തന്നെ വെല്ലുവിളിയിലൊക്കെ തന്നെ കയ്യാങ്കളിയിലേക്ക് നയിക്കാൻ ഇതുവരെ വന്നിട്ടില്ല. ശരിയാണ്, ആവേശം അതിരുവിടുമ്പോഴാണ് അത്തരം പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാറുള്ളത്. എന്നാൽ ഇപ്പോൾ മലപ്പുറം പൂക്കോട്ടിൽ നിന്ന് മാത്രമാണ് അത്തരത്തിലൊരു ചെറിയ സംഘർഷത്തിന്റെ എങ്കിലും വാർത്ത വരുന്നത്. മറ്റ് ഇടങ്ങളിലെല്ലാം 7 ജില്ലകളിൽ കൊട്ടിക്കലാശം അവസാന സമയത്തേക്ക് കടക്കുകയാണ്. അവിടെ തങ്ങളുടെ മുഴുവൻ ശക്തിയും പുറത്തെടുക്കുന്ന പ്രവർത്തകരെയാണ് നമ്മൾ കാണുന്നത്. എല്ലാ മുന്നണികളും തങ്ങളുടെ ഏറ്റവും ശക്തി പ്രകടിപ്പിക്കാനുള്ള ഒരു അവസരമായി കൊട്ടിക്കലാശം സംഘടിപ്പിക്കുന്നു. അതിൽ പുതിയ പുതിയ ഐറ്റങ്ങൾ നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ ആവേശം കാണിക്കാൻ പറ്റുന്ന എല്ലാ തരത്തിലുമുള്ള പ്രകടനങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മലപ്പുറത്ത് നിന്ന്, കോഴിക്കോട് നിന്ന് ഒക്കെ ഉള്ള ദൃശ്യങ്ങൾ കാണുന്നു. കോഴിക്കോട് മന്ത്രി PM മുഹമ്മദ് റിയാസിൻ്റെയൊക്കെ നേതൃത്വത്തിലാണ് LDF-ന്റെ ശക്തി പ്രകടനം നടക്കുന്നത്. മലപ്പുറത്ത് മുഖാമുഖം നിൽക്കുന്ന LDF UDF പ്രവർത്തകരെ നമുക്ക് കാണാം. അങ്ങനെ സംസ്ഥാനത്തിൻ്റെ വടക്കൻ ജില്ലകളിൽ ഏറ്റവും അവസാനത്തെ ഈ മണിക്കൂറിൽ, പരസ്യപ്രചാരണത്തിന് അവസാന ഈ മണിക്കൂറിൽ വലിയ രീതിയിലുള്ള ആവേശമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. 28,288 പേർ പഞ്ചായത്തിലേക്ക് ജനവിധി തേടുന്ന തെരഞ്ഞെടുപ്പ്. 3742 പേർ ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് ജനവിധി തേടുന്നു. 681 പേർ ജില്ലാ പഞ്ചായത്തിലേക്ക്. ഏറ്റവും കൂടുതൽ സ്ഥാനാർത്ഥികളുള്ള, ഏറ്റവും കൂടുതൽ ജനകീയ ആവേശം ഉയരുന്ന
തെരഞ്ഞെടുപ്പാണ്, തദ്ദേശ തെരഞ്ഞെടുപ്പ്. ആവേശം നമുക്ക് ഈ അവസാന മണിക്കൂറിലെ കൊട്ടിക്കലാശത്തിലും കാണാം. വീട്ടുമുറ്റത്തെ തെരഞ്ഞെടുപ്പെന്ന് നമുക്ക് തദ്ദേശ തെരഞ്ഞെടുപ്പിനെ പറയാം. അത്രത്തോളം പ്രാദേശിക തലത്തിൽ ആവേശം ഉണർത്തുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ അവസാന മണിക്കൂറുകൾ, പ്രചാരണത്തിൻ്റെ അവസാന മണിക്കൂറുകളാണ് നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓരോ പാർട്ടികളും അവരുടെ മുഴുവൻ പ്രവർത്തകരെയും അണിനിരത്തിക്കൊണ്ട് ആവേശകരമായ തരത്തിലുള്ള പ്രകടനങ്ങളാണ് എല്ലായിടത്തും നാടെങ്ങും നടത്തുന്നത്. അതിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. കോഴിക്കോട് മുക്കത്ത് നിന്ന് ആസാദ് ചേരുന്നുണ്ട്. ആസാദ്, എങ്ങനെയാണ് മുക്കത്തെ ആവേശമൊക്കെ? എല്ലാ തവണയും അത്യധികം ആവേശത്തോടെ പോരാടുന്ന ഒരു കാഴ്ചയാണ് കാണാറുള്ളത്. ഈ അവസാന മണിക്കൂറിൽ പ്രചാരണത്തിന്റെ ആവേശം എങ്ങനെയുണ്ട്? ശ്രീജ, ഇത്തവണയും ആവേശഭരിതമായ കുട്ടിക്കലാശത്തിനുള്ള ഒരുക്കങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഗ്രാമപ്രദേശങ്ങളിലൂടെ എല്ലാം പ്രചരണം ഓടി നടക്കുന്ന വാഹനങ്ങൾ മുക്കമങ്ങാടിയിലെ വിവിധ സ്ഥലങ്ങളിൽ കേന്ദ്രീകരിച്ചാണ് കുട്ടിക്കലാശത്തിനുള്ള ഒരുക്കങ്ങൾ ഒരുക്കിയിട്ടുള്ളത്. മുക്ക നഗരസഭയിൽ പറയുകയാണെങ്കിൽ മുക്കം ടൗണിൽ, മുക്കം ആലിൻ ചുവടിൽ ഇടതുപക്ഷത്തിനും, അതുപോലെ മുക്കം PC ജംഗ്ഷനിൽ UDF-നും, മുക്കം അഭിലാഷ് ജംഗ്ഷനിൽ NDA-ക്കുമാണ് കേന്ദ്രീകരിച്ചാണ് കുട്ടിക്കലാശം നടക്കുന്നത്. അതോടൊപ്പം തന്നെ കാരശ്ശേരി പഞ്ചായത്തിലെ നോർത്ത് കാരശ്ശേരി, കൊടിയത്തൂർ പഞ്ചായത്തിലെ കൊടിയത്തൂർ അങ്ങാടി ഉൾപ്പെടെയുള്ള കേന്ദ്രങ്ങളിലാണ് കുട്ടിക്കലാശം നടക്കുന്നത്. ഇപ്പോൾ ഈ വിവിധ വാർഡുകളിലൂടെ പ്രചരണത്തിനായുള്ള വാഹനങ്ങളെല്ലാം കേന്ദ്രീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഓരോ അങ്ങാടികളിലുമായിട്ട് കുട്ടിക്കലാശത്തിന്റെ ആവേശം നിറയ്ക്കുന്ന ഒരു കാഴ്ചകളാണ് ഇവിടെ നിന്ന് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. ആസാദാണ് മുക്കത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. എല്ലായിടത്തും, സംസ്ഥാനത്തിൻ്റെ എല്ലാ ഭാഗത്തും ആവേശകരമായ പ്രചാരണം, പ്രത്യേകിച്ച് മറ്റന്നാൾ തെരഞ്ഞെടുപ്പ് നടക്കുന്ന 7 ജില്ലകളിൽ ആവേശകരമായ കൊട്ടിക്കലാശ കാഴ്ചകളാണ് കാണുന്നത്. KV ബൈജു കാസർഗോഡ് നിന്ന്. ബൈജു, കാസർഗോഡാണ് ഒരുപക്ഷെ ആവേശം അതിരുകടന്ന് DCC ഓഫീസിനുള്ളിൽ തല്ല് വരെയുള്ള പല ദൃശ്യങ്ങളും നമ്മൾ കണ്ടിരുന്നു. അത്തരത്തിൽ അത്രയും വാശിയേറിയ പാർട്ടിക്കുള്ളിൽ, മുന്നണിക്കുള്ളിൽ ആവേശം, മുന്നണികൾ തമ്മിൽ ആവേശം, ആ കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടതാണ്. ഈ അവസാന മണിക്കൂറിൽ എത്തുമ്പോൾ ആ വാശിയും വീറും ഒക്കെ നിരത്തുകളിലും ഉണ്ടോ? തീർച്ചയായും കഴിഞ്ഞ 4 ആഴ്ചയിലേറെയായി വലിയ തോതിൽ അത് നേതൃത്വത്തിലെ ഈ പരിപാടിയായാലും അത്തരത്തിൽ മത്സര പ്രചരണമൊക്കെ നമ്മൾ കണ്ടതാണ്. കാരണം ഇടതുപക്ഷത്തിലെ സർക്കാരിന്റെ പലതരത്തിലുള്ള പ്രതിഷേധത്തിനുള്ള അതൊക്കെ തിരിച്ചടിയാകുമെന്ന് ആശങ്കയ്ക്കുണ്ട്. അത് ഇത്തരത്തിൽ വലിയ തോതിലുള്ള പ്രചരണത്തിലും ജനങ്ങൾക്കിടയിൽ അവസാന നിമിഷം ഇറങ്ങിച്ചെന്ന് അത് കൃത്യമായി ആ കാര്യങ്ങൾ അത് പരിഹരിക്കാനുള്ള ശ്രമം അത് സിപിഎമ്മിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായെന്ന് പറയേണ്ടി വരും. എന്നാലും വലിയ തോതിലുള്ള ഒരു ദൃശ്യങ്ങളിൽ നിന്ന് കാണാം. ഒരുപാട് പേർക്ക് ഇതിപ്പോൾ ഒരു മറ്റു നാടുകളിൽ നിന്ന് വരുന്ന ഒരു തൊട്ടടുത്ത BJP പ്രവർത്തകരുടെ ഇത്തരത്തിലുള്ള കുട്ടിക്കലാശമുണ്ട്. അതോടൊപ്പം UDF പ്രവർത്തകരുടെ കുട്ടിക്കലാശം. അത് അത്തരത്തിൽ ഇപ്പോൾ ഇത് പുതിയ കോട്ട എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് ഇപ്പോൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അവിടെ മറ്റു പാർട്ടികളുടെയും ഇത് സമാനമായ രീതിയിലുള്ള കുട്ടിക്കലാശം നടക്കുന്നുണ്ട്. അവസാന നിമിഷം അത് ജനങ്ങളിലേക്ക് സന്ദേശം നടത്തുക. ഇനി വിശുദ്ധ പ്രചരണമാണ് നാളെ. മുഴുവൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉണ്ടായ കളർഫുൾ ഗ്രാമങ്ങൾ തോറും നമുക്കിപ്പോൾ നഗരങ്ങളിൽ വലിയ തോതിൽ കാണാൻ സാധിച്ചില്ലെങ്കിൽ ഗ്രാമങ്ങളിൽ വലിയ തോതിലുള്ള ഇത്തരത്തിലുള്ള പ്രചാരണം ഉണ്ടായിട്ടുണ്ട്. അത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ വീടുകൾ കയറിയുള്ള വലിയ തോതിൽ പ്രചരണം, അതോടൊപ്പം വലിയ നേതാക്കളൊക്കെ എത്തിയുള്ള പരിപാടികൾ ഏറ്റവും ഒടുവിലായിപ്പോൾ അത് എല്ലാം അവസാനിച്ചിരിക്കുന്നു. ഇനിയിപ്പോൾ ഏതാനും മണിക്കൂറുകൾ മാത്രം ഈ ഒരു ഒരു സമാപനം കുറിക്കാൻ ആവേശമാണ് തീർച്ചയായും.